എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനമായിരിക്കും. അതിനോടൊരു വിയോജിപ്പുള്ള ആളല്ല ഞാൻ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഒരു പക്ഷേ പരോക്ഷമായി സഖാവ് പന്ന്യൻ രവീന്ദ്രനും അത് പറഞ്ഞ ഇതിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, അദ്ദേഹം ഗാന്ധിയെ പറ്റി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്, ആളുകൾ ഈശ്വര വിശ്വാസം ഉണ്ടാവുക, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെപ്പറ്റി പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നൊരു കാര്യം, അത് അവിശ്വാസികളുടെ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ അതിനോട് അടുക്കുന്നതിനുള്ള അവിടെ ഒരു അസ്പർശ്യതയുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു അൺടച്ചബിലിറ്റി ഉണ്ട്. ഇത് തൊടാൻ പറ്റില്ല, ഇതൊരു വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. വിശ്വാസം മാത്രമല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ട മറ്റ് മൂല്യങ്ങളും ഒന്നുമില്ലാത്ത, മൂല്യബോധമില്ല, ധാർമ്മികതയില്ല, ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഇതിനൊക്കെ ഞാൻ ചിലപ്പോൾ കുറച്ച് സിദ്ധാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഈ ആക്ച്വൽ എന്ന് ഞാൻ നേരത്തെ വിളിച്ച ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് എന്നാണ് സാധാരണ മാർക്സിസ്റ്റ് ഒരു വിശകലന രീതി വെച്ച ആളുകൾ പറയാം. കാരണം നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ ബോധം തലതിരിഞ്ഞു പോകുന്നു. അതായത് നമ്മൾ എന്താണോ നമ്മുടെ അവസ്ഥ, അതിനെ അല്ല നമ്മുടെ ബോധരൂപങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, മറ്റൊന്നാണെന്നാണ്. ഇപ്പം വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ തൊഴിലാളിയാവുക എന്നുള്ളത്, അയാൾ തൊഴിലാളിയാണോ? അയാൾ തൊഴിലാളിയാണെന്ന് അംഗീകരിക്കില്ല ഒരു പക്ഷേ. സത്യത്തിൽ തൊഴിലാണത്, തൊഴിലാളിയാണ്. വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ് സത്യത്തിൽ. നമ്മൾ ഈ പറയുന്ന കൂലിത്തൊഴിലിനേക്കാൾ കഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ. പക്ഷേ വർഗബോധം എന്ന് പറയുന്നത് അവിടെ പ്രസക്തമാവില്ല ചിലപ്പോൾ. കാരണം അയാൾ വർഗത്തിലല്ല അയാൾ ഉൾപ്പെടുന്നത്. അയാളുടെ അവസ്ഥയെപ്പറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അയാൾ മറ്റു പലതുമായിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അയാൾ ടെക്നോക്രാറ്റായിട്ടായിരിക്കും, അയാൾ മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റി ആയിരിക്കും അയാൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ളൊരു പ്രശ്നമാണ് ഈ വർഗബോധത്തെ പറ്റിയുള്ള ഒരു കാര്യത്തിൽ. ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ആ തൊഴിലാളി രൂപപ്പെടുക എന്ന് പറയുന്ന പ്രോസസ്സ്, അതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്. ഒരു പ്രത്യേക ചരിത്ര ഘട്ടത്തിലാണ് ആ തൊഴിലാളി രൂപപ്പെട്ടിട്ടുള്ളത്. യൂറോപ്പിൽ രൂപപ്പെട്ടുള്ള തൊഴിലാളി എന്ന് പറയുന്ന മാർക്സിന്റെ നിർവചനം അനുസരിച്ചുള്ള തൊഴിലാളി രൂപപ്പെട്ടത്. അത് നമുക്കറിയാം, സ്വത്തുടമ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം, ഫ്യൂഡലിസത്തിന്റെ തകർച്ചയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി. 18-ാം നൂറ്റാണ്ടോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും ഫ്യൂഡൽ ബന്ധങ്ങൾ തകരുകയും സ്വത്തുടമ ബന്ധങ്ങൾ മാറുകയും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെടും. മാർക്സ് പറയാ സിവിൽ സൊസൈറ്റി രൂപപ്പെടുകയും ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒന്നുണ്ടാവുകയും സ്വന്തം ശരീരത്തിന്റെ ഉടമസ്ഥർ എന്ന രീതിയിൽ മനുഷ്യർ സ്വയം കാണുകയും ചെയ്യുകയാണ്. മാർക്സ് പ്രോലിറ്റേറിയസ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമാണ്. സന്താനോൽപാദന ശേഷിയല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടില്ലാത്ത ആള് എന്നാണ് പ്രോലിറ്റേറിയറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. കുട്ടികൾ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതായത് സന്താനോൽപാദന ശേഷിയല്ലാതെ മറ്റൊന്നും എന്ന് പറഞ്ഞാൽ ശരീരം മാത്രം സ്വന്തമായിട്ടുള്ള മനുഷ്യർ. പക്ഷെ ശരീരം സ്വന്തമാണ്. ശരീരം സ്വന്തമാവുക എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് എൻ്റെ ശരീരം എൻ്റെ സ്വന്തമാവുന്നത്. കാരണം ശരീരം എന്ന് പറയുന്നത് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ ആവുന്നില്ല. ആ ശരീരം എൻ്റെ അല്ല, എൻ്റെ ശരീരം അത് വേറെ ആർക്കും ഞാൻ കൊടുത്ത ശരീരമാണ്. എൻ്റെ ശരീരം ഒരു 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 പ്രോപ്പർട്ടിയാണ്, ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി എന്നുള്ള വാക്കിൻ്റെ ആണ് മാൻസിയ എന്നുള്ള വാക്ക്. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നാണ്. ഒരു പ്രോപ്പർട്ടി അല്ലാതായി മാറുക എൻ്റെ ശരീരം, മറ്റുള്ളവരുടെ ഒരു പ്രോപ്പർട്ടി അല്ലാതായി മാറി എൻ്റെ ശരീരമായിട്ട് മാറുക. ആ ഒരു പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി നടന്നു വന്ന ഒരു ഘട്ടത്തിലാണ് ഈ തൊഴിലാളി എന്ന് പറയുന്ന സ്വന്തം ശരീരം, തൊഴിൽ ശേഷി സ്വന്തമായിട്ടുള്ള ഒരു തൊഴിലാളി രൂപപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് തൊഴിലാളികൾ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നല്ല. ഈ തൊഴിലാളി എന്ന് പറയുന്ന വേജ് ലേബർ എന്ന് പറയുന്ന കൂലിത്തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, ശരീരം വിറ്റ് ജീവിക്കുന്ന മനുഷ്യർ, ഇതാണ് മാർക്സ് ഇതിനെ കാണുന്നത്. സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന മനുഷ്യരുണ്ടായി വന്ന ഒരു കാലഘട്ടത്തിലാണ് തൊഴിലാളി എന്നുള്ള സങ്കല്പം ആ നിർവചിതമായ അർത്ഥത്തിൽ ഉണ്ടാവുന്നത്. ആ തൊഴിലാളിയിലാണ് ഈ വ്യവസ്ഥയെ മാറ്റാനുള്ള കർത്തൃത്വം മാർക്സ് ഏൽപ്പിക്കുന്നത്. തൊഴിലാളി അവരുടെ വിമോചനത്തിനല്ല, മനുഷ്യരുടെ മുഴുവൻ വിമോചനത്തിന് വേണ്ടി ഉള്ള ഏജൻസി ഈ തൊഴിലാളിക്കാണ്. ആ തൊഴിലാളിയുടെ
ശരീരത്തിലാണ് മാർക്സ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു സിദ്ധാന്ത രൂപമാണ് മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചരിത്ര പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞ ആ പശ്ചാത്തലത്തിന് അപ്പുറത്തേക്ക് യാതൊരു അർത്ഥമില്ല എന്നല്ല, അത് രൂപപ്പെട്ടു വന്ന അതിൻ്റെ സൈദ്ധാന്തിക സാമഗ്രികൾ, സിദ്ധാന്ത സാമഗ്രികൾ രൂപപ്പെട്ടു വന്ന ഒരു പ്രത്യേക സവിശേഷമായ പശ്ചാത്തലം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ട് മുതൽ പിന്നെ തകരാൻ തുടങ്ങിയ അല്ലെങ്കിൽ തകരാൻ തുടങ്ങിയ 18-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഏതാണ്ട് തകർച്ചയിലെത്തിക്കഴിഞ്ഞ ഫ്യൂഡൽ ബന്ധങ്ങളുടെയും 16-ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഈ പുതിയ ഉൽപാദന ശക്തികളുടെ വളർച്ചയുടെയും ഘട്ടത്തിൽ രൂപപ്പെട്ട ഒന്നാണ് എന്നുള്ളത് സത്യമാണ്. ചിലരത് വളരെ ഇതായിട്ട് പറയാറുണ്ട്. ഇപ്പം ചില ആളുകൾ ഇതിപ്പോൾ കടന്നു പറയും മാർക്സിസത്തിന് 19-ാം നൂറ്റാണ്ടിൻ്റെ വെള്ളത്തിൽ മാത്രം ശ്വസിക്കാൻ കഴിയുന്നൊരു ജീവിയാണ് എന്ന്. അത് പൂർണ്ണമായും തെറ്റായിരിക്കും ചിലപ്പോൾ. ഞാൻ ആ അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. പക്ഷേ ആ ഒരു സിദ്ധാന്ത സങ്കേതം നമ്മൾ ഇന്ത്യയെ പോലുള്ള സാഹചര്യത്തിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ ഇതായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഈ ഒരു അസ്പർശ്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പർശനത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ കിടക്കും. വർഗബോധവും വർഗം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവായിട്ടുള്ള കാറ്റഗറി, ആ കാറ്റഗറിയുടെ ഉള്ളിൽ അവർ സ്വയം പെടില്ല. അപ്പോൾ കസേര എന്ന് ഞാൻ ഒരു കസേരയെ പേരിടുമ്പോൾ കസേര സ്വയം കസേരയായി മാറുന്നില്ല. കാരണം അതിന് ആത്മനിഷ്ഠമായൊരു തലമില്ല. നിങ്ങളതിനെ കാറ്റഗറൈസ് ചെയ്തു. ആ കാറ്റഗറിയിൽ അത് ഫിറ്റിൻ ചെയ്യണമെങ്കിൽ, അതിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഈ പറഞ്ഞ വർഗബോധം എന്ന് പറയുന്ന സാധനം, തൊഴിലാളി എന്ന് ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു കാറ്റഗറി അനുസരിച്ച് ഞാൻ തൊഴിലാളിയാണ്, ഈ IT മേഖലയിലുള്ള ആളും തൊഴിലാളിയാണ്. പക്ഷേ അയാൾ തൊഴിലാളി ആവുന്നില്ല. ഈ ഇതിനെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു റോളാണ് പാർട്ടി എന്ന് പറയുന്ന സങ്കല്പം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ അവതരിപ്പിച്ച ഒരു പാർട്ടി എന്നുള്ള സങ്കല്പം അതാണ്. അത് വളരെ പ്രധാനവുമാണ്. അതിൻ്റെ റോൾ ഒരു പക്ഷേ ഈ മീഡിയേഷനാണ്. ആ മീഡിയേഷൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഫലപ്രദമായ രീതിയിൽ നടന്നില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ മാർക്സിസത്തിൻ്റെ ഇന്ത്യൻ വഴികളെക്കുറിച്ചുള്ള ആലോചനയിൽ ഒരു പ്രധാനപ്പെട്ട ആശയം. അതുതന്നെയായിരിക്കും ഒരു മറ്റൊരു രീതിയിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര എനിക്കൊരു കൂടുതൽ ഇതിൻ്റെ വിശദീകരിക്കാൻ ഇല്ല. ഞാൻ